ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും മെജോ ബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഐശ്വര്യമായിട്ട് RRB NTPCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ നൈറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡേ 1 ആണ്. ഓക്കെ, അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. സോ RRB NTPC എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എന്താണ് നോക്കി, ചോദ്യം ഇവിടെ ഉണ്ട്. ഇഫ് ദ 7 ഡിജിറ്റ് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? 504. ഇവിടെ എക്സ് ഉണ്ട്, പിന്നെ 5y3 ഈസ് ഡിവിസിബിൾ ബൈ 11. ദെൻ വൺ ഓഫ് ദ വാല്യൂസ് ഓഫ് ദ സം ഓഫ് എക്സ് ആൻഡ് വൈ, അതായത് എക്സ് പ്ലസ് വൈ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ നമ്പർ 11 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും, ഈ രണ്ട് ഡിജിറ്റുകൾ, ഈ ഒരു ഡിജിറ്റും തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാവും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് 11ൻ്റെ ഡിവിസിബിലിറ്റി ഉള്ളത്, അതായത് ഒരു സംഖ്യ 11 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയണം. സംഭവിക്കുന്നത് ഒന്നുമല്ല, ഇവിടെ നമ്മൾ 11 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ഒന്നടവിട്ട നമ്പറുകൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ ഇവിടെ നോക്കിയേ, 5 + 4 + 5 + 3 അല്ലേ. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ഒന്നര വിട്ടിട്ടുള്ള അടുത്ത നമ്പറുകൾ ഏതൊക്കെയാണ് നോക്കിയേ. ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ ഈ നമ്പർ കൂട്ടുക, അതിൽ നിന്ന് 0 + x + y, ഇത് കുറയ്ക്കുമ്പോൾ ഉത്തരം 0 ആയിരിക്കും. അങ്ങനെയുള്ള നമ്പറുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 11 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ കഴിയുള്ളൂ. ക്ലിയർ ആയല്ലോ പറയുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എത്ര വരുന്നത്? 5 × 4 5 × 5 10, 10 4 3 അല്ലേ, 17. 17 മൈനസ് അല്ലേ, ഇവിടെ നോക്കിയേ, മൈനസ് ഓഫ് എക്സ് + y ഈസ് ഈക്വൽ ടു 0. ഇത് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താ വരുന്നത്? എക്സ് + y ഈസ് ഈക്വൽ ടു 17 എന്ന് കിട്ടും. എൻ്റെ ആൻസർ C 17. അപ്പോൾ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ 11ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ആകണം. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 121 11 കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണല്ലോ. ഇതിന് ഒന്നരവട്ട സംഖ്യ ഏതൊക്കെയായിരുന്നു? 1 1, അത് കൂട്ടുമ്പോൾ 2, അടുത്ത സംഖ്യ 2, ഇത് 2ൻ്റെ വ്യത്യാസം 0 ആണ്. അങ്ങനെ 0 ആയാൽ ആ സംഖ്യയെ 11 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? സോ ഇതിൻ്റെ ആൻസർ 17 കറക്റ്റാണെന്നുള്ള ചെയ്തത്. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത് എന്താണ്? സോൾവ് ദ ഫോളോയിങ്. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇത് ഫോളോ ചെയ്യാൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഉറപ്പിച്ചോ, ഇങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫോർമുല അവിടെ ഉണ്ടാവും. ഓക്കെ, അതായത് 0.54 × 0.540 മൈനസ് 0.460 × 0.460 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.920. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അതെന്തോ ഒരു ഫോർമുല അവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ച് വെച്ചോ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയത് നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഇതിന് ഞാൻ 2 നമ്പറായിട്ട് എടുക്കുകയാണ്. അതായത് ഇപ്പോൾ 0.54 എന്നുള്ളതിനെ ഞാൻ A എന്നും, പിന്നെ 2 നമ്പർ എന്താ 0.46 എന്നുള്ളതിനെ ഞാൻ B എന്നും എടുത്താൽ മുകളിലെ ഇക്വേഷൻ എന്താവും? A² മൈനസ് B² ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.920 എന്ന് വരും അല്ലേ. നമുക്കറിയാം A² മൈനസ് B² എന്താണ്? A + B ഇൻറ്റു A - B അല്ലേ. സോ ആ ഫോമിലേക്ക് മുകളിലെ മാറ്റി എഴുതാം. അപ്പോൾ മുകളിലെ എന്ന് പറയുന്നത് A² മൈനസ് B² ആണ് അല്ലേ. സോ A + B എന്ന് പറയുന്നതാണ് 0.54 പ്ലസ് B 0.46. A + B ഇൻറ്റു A - B എന്ന് പറഞ്ഞാൽ 0.54 മൈനസ് 0.46 ഡിവൈഡഡ് ബൈ അടിയിൽ എത്ര വരുന്നത്? 1 മൈനസ് 0.920 അല്ലെങ്കിൽ 0.92 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി എളുപ്പമായി. ഇനിയിപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ഫോർമാറ്റിലേക്ക് നമ്മുടെ ഈ ചോദ്യം മാറിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മുകളിൽ എന്താ വരും നോക്കി, 54 54 46 അല്ലേ, കൂട്ടുമ്പോൾ എത്രയാണ്? 1 എന്ന് വരും. 1 ഇൻറ്റു ഇവിടെ എന്തുണ്ട്? 0.54 മൈനസ് 0.46 കുറയ്ക്കുമ്പോൾ എന്താ വരുന്നത്? 4 14 14 6 ബാക്കി 8 അല്ലേ, 0.8 എന്ന് വരും. ഡിവൈഡഡ് 0.8 അല്ല 0.08 അല്ലേ, 0.08 എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.92, 0.92 കുറച്ച് എന്താണ്? 0.08 അല്ലേ. സോ ഉത്തരം എന്താ വരിക?
0.08/0.08 ആൻസർ 1. എവിടെയാണ്? ഓപ്ഷൻ സി ആണ് എൻ്റെ ഉത്തരം. അപ്പോൾ ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, എന്തെങ്കിലുമൊക്കെ ഒരു ഫോർമുല അവിടെ അവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഉപയോഗിച്ച ഫോർമുല a² - b², a+b × a - b എന്നുള്ള നമ്മളുടെ ഫോർമുലയാണ്. ഉത്തരം 1 കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തേക്ക് പോവാം. ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട് ₹200 അല്ലെ 200 രൂപ എന്താണ് ഇൻവെസ്റ്റഡ് ഫോർ 2 years ഓൺ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ ഞാൻ ഇപ്പോൾ വായിക്കുമ്പോൾ എഴുതുന്നില്ല, അതേപോലെ സൈഡിൽ എഴുതി വെക്കുക കേട്ടോ. അങ്ങനെ ഇതിങ്ങനെ ശീലിച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ രണ്ടാമത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇത്രയും വായിക്കേണ്ട. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ചോദ്യം എന്നുള്ളത്. ചെറുതാക്കി എഴുതി പഠിക്കുക വായിക്കുമ്പോൾ തന്നെ. ഇതങ്ങനെ ശീലമായതാണ് എനിക്ക്. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാഡ് ബീൻ 20% മോർ, അതായത് അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോൾ 10% ഇട്ടത്, അത് വീണ്ടും കൂട്ടിയിരിക്കുകയായിരുന്നെങ്കിൽ ഒരു 20% എന്നുള്ള കണക്കിലാണ് ഞാൻ ഇട്ടിരുന്നെങ്കിൽ ദെൻ ഹൗ മച്ച് മോർ വുഡ് ബി ദ ഇൻവെസ്റ്റർ ഹാവ് റിസീവ്ഡ് ആസ് ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം പീരിയഡ്. ഇതേ സമയം എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തിലേക്ക് എത്ര രൂപ കൂടുതൽ കിട്ടിയിരുന്നു? ക്ലിയർ ആയല്ലോ പറഞ്ഞത്. അതായത് 200 രൂപ 2 വർഷത്തേക്ക് 10% ഇട്ടു, അതന്നെ 200 രൂപ 2 വർഷത്തേക്ക് 20% ഇട്ടുകയാണെങ്കിൽ എത്ര രൂപ കൂടുതൽ കിട്ടുമായിരുന്നു? എളുപ്പമാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് എല്ലാവരും എന്ത് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് P × 1+ അല്ലേ 1 + R/100 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട കേട്ടോ. 2 വർഷം എന്നൊക്കെ വന്നാൽ ഇതൊന്നും ചെയ്യണ്ട. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ A+B ഒരു മൊത്തം 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ്, മൊത്തം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് A+B+ AB/100 എന്ന് പറയുന്ന ഫോർമുല. 2 വർഷത്തേക്കാണെങ്കിലാണ് ഈ ഫോർമുല. അതായത് ഇപ്പോൾ ആദ്യത്തെ വർഷം A%, രണ്ടാമത്തെ വർഷം B% ഒരു എമൗണ്ട് ഇടുകയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ മൊത്തം ഇത്രയും % ആയിരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തിൽ ചെയ്യാം. ആദ്യത്തെ വർഷം എന്താണ്? ഇവിടെ 10 തന്നെയാണ് അല്ലേ, 10. രണ്ടാമത്തെ വർഷവും 10 + 10 × 10/100. നോർമലി ഇവർ പറഞ്ഞിട്ടുള്ള 10% നിക്ഷേപിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ എത്രയായിരുന്നു? 10 × 10 20 വരും. 10 + 10 പറഞ്ഞാൽ 100, 100/100 പറഞ്ഞാൽ എന്താണ്? 1 അല്ലേ. സോ 20 + 1 എന്ന് പറയുമ്പോൾ മൊത്തം 21% എന്ന് കിട്ടും. അപ്പോൾ അവർക്ക് കിട്ടിയിരുന്നത് 21% ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്താണ്? 10% കൂടി കൂട്ടി അല്ലേ, അതായത് മൊത്തം 20% ആക്കിയ. അപ്പോൾ നമുക്ക് നോക്കാം 20% ആക്കുമ്പോൾ എന്താ വരിക? 20 + 20 + 20 × 20 അല്ലേ, 20 × 20/100. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വെച്ചാൽ ഒരുപാട് മെത്തേഡ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മെത്തേഡ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്താ വരിക? 20 + 20 40, 20 × 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 അല്ലേ, 400/100. അപ്പോൾ 2 0 വെട്ടിപ്പോവും, ഒരു 4 വരും. ഇപ്പോൾ മൊത്തം 40 + 4 44% എന്ന് കിട്ടും. അപ്പോൾ 20% നിരക്കിൽ നിക്ഷേപിച്ചിട്ടാണ് 44% കിട്ടുമായിരുന്നു. അപ്പോൾ വ്യത്യാസമാണ് വേണ്ടത് അല്ലേ. വ്യത്യാസം എത്രയാണ്? 21 44 പോയല്ലേ, 44 21 പോയാൽ എത്രയാണ്? ബാക്കി 23% അവർക്ക് എക്സ്ട്രാ കിട്ടുക. എത്ര % എന്നല്ല ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇവിടെ തന്നിരിക്കുന്നതിന് 23% കാണാം. മൊത്തം 200 രൂപയായിട്ടുള്ളത്. 200 രൂപയുടെ 23% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 വെട്ടിപ്പോയാൽ ബാക്കി എത്രയാണ്? 46. സോ എക്സ്ട്രാ അവർക്ക് എത്ര കിട്ടുമായിരുന്നു? 46 രൂപ എക്സ്ട്രാ കിട്ടുമായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ഫൈൻ, 46 നമ്മുടെ ഉത്തരം. അടുത്തെന്താണ്? ഡാലിയ ഈസ് 20 years older than നീതു അല്ലേ. അപ്പം ഡാലിയ എന്ന് പറയുന്നത് നീതുവിനേക്കാൾ 20 years കൂടുതലാണ്. ആൻഡ് ആഫ്റ്റർ 2 years ഹെർ ഏജ് വിൽ ബി ട്വൈസ് ദ ഏജ് ഓഫ് നീതു. അങ്ങനെ 2 വർഷം കഴിഞ്ഞാൽ ഡാലിയയുടെ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീതുവിൻ്റെ ഏജിൻ്റെ 2 ഇരട്ടി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് നീതൂസ് %? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീതുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇതാണ് ചോദ്യം. ക്ലിയർ ആയല്ലോ? ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ ചോദ്യം വന്നാൽ പല രീതിയിൽ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്ന ഓപ്ഷൻസ് ഡയറക്റ്റ് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഉത്തരം 18 ഉത്തരം വരിക. ഞാൻ ആദ്യത്തെ ഓപ്ഷനായിട്ട് എടുക്കുന്നില്ല, രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റ് വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നീതുവിൻ്റെ ഏജ് 16 എന്ന് വെച്ച് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡാലിയുടെ ഏജ് എന്താ വരിക? ആദ്യത്തെ ഇക്വേഷനിൽ 16 + 20 അല്ല, 20 16 36 എന്ന് വരും. ഡാലിയ 36, നീതു 16 എന്ന് വരും. ഇനി 2 വർഷം കഴിയുമ്പോൾ 36 എന്താവും? 38 ആവും. 16 എന്താവും? 18 ആവും. 18ൻ്റെ ഇരട്ടിയാണോ 38? അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ വരില്ല. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ വരില്ല. ഇനി ഉത്തരം 18 ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നോക്കി, ഇവിടെ നീതുവിൻ്റെ % അല്ലേ വെച്ചിട്ടുള്ളത്. നീതുവിൻ്റെ ഏജ് ഞാൻ 18 എന്ന് എടുത്തു, നീതു 18 എന്ന് എടുത്തു. അപ്പോൾ ഡാലിയൻ്റെ ഏജ് എത്ര വരിക? 18 + 20 അല്ലേ. അപ്പോൾ എത്രയാണ്? 38. 2 വർഷം കഴിയുമ്പോൾ നീതു എത്രയാവും? 20 ആവും. ഡാലിയ 40 ആവും. ഇരട്ടിയായില്ലേ?
ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? അപ്പോൾ ഉത്തരം എത്രയാണ്? 18. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം ചോദ്യങ്ങൾ ചെയ്യാൻ, അല്ലാണ്ട് നമ്മളെല്ലാം ഇക്വേഷൻ വെച്ചിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് പെട്ടപ്പെട്ടേന്ന് ചെയ്ത് ഉത്തരം കിട്ടണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞ 35 അല്ലെങ്കിൽ 30 ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്ന സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആൻസർ കറക്റ്റാണ്, 18 വയസ്സ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? എ പേഴ്സൺ റീച്ചസ് ഹിസ് ഓഫീസ് ഇൻ 2 hours ഫ്രം ഹിസ് ഹോം. വീട്ടിൽ നിന്ന്, അതായത് ഹോമുണ്ട്, ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് 2 hours കൊണ്ട് എത്തും. ഓക്കെ, ഹി ട്രാവൽസ് 1/4 ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ മൊത്തം സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. മൊത്തം ഡിസ്റ്റൻസിൻ്റെ 1/4 അറ്റ് 15 kmph. 15 km/h കാൽ ഭാഗം ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഹാഫ് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് അറ്റ് സ്പീഡ് ഓഫ് 30 km/h. ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ പകുതി എത്രയാണ്? 30 km/h ട്രാവൽ ചെയ്യുന്നത്. അത് ബൈ ബസ്. ഓക്കെ, അതെങ്ങനെ ആയിക്കോട്ടെ. ആൻഡ് ദ റെസ്റ്റ് ബൈ വാക്കിംഗ് അറ്റ് ദ സ്പീഡ് ഓഫ് 5 km/h. അതായത് ഒരു കാൽഭാഗം കഴിഞ്ഞു, മുക്കാൽ ഭാഗം കഴിഞ്ഞു, ബാക്കി എത്രയുണ്ട്? ഒരു കാൽഭാഗം കൂടി ഇല്ലേ? ആ കാൽഭാഗം എത്രയാണ്? 5 km/h ഓക്കെ, നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദിസ് പേഴ്സൺ? എപ്പോഴും ഓർക്കുക, ചോദ്യം ആവറേജ് സ്പീഡാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, അത് പോകാനെടുത്ത ടൈം, ഇതാണ് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ഞാൻ കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് തന്നെയാണ്. അപ്പോൾ ആവറേജ് പറഞ്ഞാൽ ടോട്ടൽ ബൈ ടോട്ടലും കൂടി അവിടെ ആഡ് ചെയ്ത്, പുതിയ ഇക്വേഷനൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ചെയ്യാൻ. ഇവിടെ ഓക്കെ, ഞാനതൊന്ന് മായ്ക്കുകയാണ്, ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ട് മാത്രം ഞാനൊന്ന് മായ്ക്കുകയാണ്, സോറി. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഇത് പല ഇത് ചെയ്യാം കേട്ടോ. മൊത്തത്തിൻ്റെ ഡിസ്റ്റൻസിന് എക്സ് എടുത്ത് അതിൻ്റെ 1/4 എന്നൊക്കെ ചെയ്യും. ഞാൻ ഇവിടെ എളുപ്പത്തിനാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽ മെത്തേഡ് ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ, നമുക്ക് വേണ്ടത് പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ ഇങ്ങനത്തെ ചോദ്യം വന്ന് ഞാൻ എന്ത് ചെയ്യും, മൊത്തം ഡിസ്റ്റൻസില്ലേ, ഈ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഡിസ്റ്റൻസിന് ഞാൻ തന്നിരിക്കുന്ന കിലോമീറ്ററുകളുടെ ഇതിൻ്റെയൊക്കെ ഒരു LCM അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസോ ഒക്കെ ആയിട്ട് എടുക്കും. ഓക്കെ, 2 മണിക്കൂറാണ് ടൈം എടുക്കുന്നത് അല്ലേ. സോ ഞാൻ ഇവിടെ എളുപ്പത്തിന് ഇവിടെ 1/4 എന്നൊക്കെ വന്നുകൊണ്ട് ഇവിടെ ഒരു 120 എന്ന് എടുക്കുകയാണ്. വേണ്ട, 60 കിലോമീറ്ററാണ് മൊത്തം ഡിസ്റ്റൻസ് എടുക്കുകയാണ്. LCM 60 അല്ല, പക്ഷേ ഞാൻ അങ്ങനെ എടുക്കുന്നു. LCM ആണെങ്കിൽ ഇവിടെ എത്ര വരും? 30 വരും അല്ലേ. ഞാനിവിടെ LCM അല്ല, ഒരു എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് 1/4 എന്ന് പറയുമ്പോൾ 60യുടെ പകുതി എന്ന് പറയും. അല്ല, 30 എടുക്കുകയാണെങ്കിൽ 30ൻ്റെ പകുതി 15ൻ്റെ പകുതി 7.5 എന്നൊക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 60 എടുത്തത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുക വെച്ചാൽ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തോന്നിക്കോളും, പേടിക്കണ്ട. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഈ 60ൻ്റെ ഓരോ കണ്ടീഷൻ, ആദ്യത്തെ 1/4 15 കിലോമീറ്റർ, മൊത്തം 60 ഉണ്ട്. ഞാൻ ഈ 60നെ ഒന്നും കൂടി ഒന്ന് വലുതാക്കി വരയ്ക്കാം, കാരണം കുറച്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, മൊത്തം ഡിസ്റ്റൻസ് 60ൻ്റെ ഒരു കാൽഭാഗം, അതിൻ്റെ കാൽഭാഗമാണ് അല്ല. 60ൻ്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60ൻ്റെ പകുതിയുടെ പകുതി എന്നല്ല അർത്ഥം അല്ല. 60ൻ്റെ പകുതി 30, 30ൻ്റെ പകുതി, അതായത് 15 കിലോമീറ്റർ. എത്ര സ്പീഡിലാണ് പോയത്? 15 കിലോമീറ്റർ. ഇവിടെ സ്പീഡാണ് കേട്ടോ, ഇവിടെ സ്പീഡ്, ഇവിടെ ഡിസ്റ്റൻസ് 15 km/h പോയി. പിന്നെ 60ൻ്റെ പകുതി അല്ലേ, പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 അല്ലേ. ഫൈൻ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം, പകുതി. സോ 30 കിലോമീറ്റർ. എത്ര km/h? 30 km/h തന്നെ പോയി. ഓക്കെ, ബാക്കി എത്രയുണ്ട്? ഇപ്പം 15ഉം 30ഉം 45ആയി. 45ൻ്റെ ബാക്കി 15 ഉണ്ട്. ആ 15 എത്രയല്ല പോയത്? 5 km/h പോയി. ഓക്കെ, അപ്പോൾ എനിക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? മൊത്തം ട്രാവൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 60. അതിനടുത്ത ടൈമാണ് നമുക്ക് വേണ്ടത്. ടൈം എത്ര നോക്കി? ആദ്യം സ്പീഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ടൈം എന്താ വരിക? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വരും. സോ ഇവിടെ നോക്കി, ആദ്യത്തെ ഈ ഒരു ചെറിയ ഭാഗം പോകാൻ എത്ര സമയം എടുത്തു? 15/15 അല്ലേ. സോ എത്രയാണ്? 1 മണിക്കൂർ. അടുത്തത് 30 തന്നെയാണ് പോയത്. അപ്പോൾ എത്രയാണ്? വീണ്ടും 1 മണിക്കൂർ എടുത്തു. ഇനി ഇവിടെ എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം 15/5. 15/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. സോ ഉത്തരം എത്ര വരിക? 60/3 1 4 1 5 എന്ന് പറഞ്ഞാൽ 12 km/h എന്ന് വരും. സോ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 12 km/h. ഇവിടെ ഉത്തരം എവിടെ? 12 km/h. ക്ലിയർ ആയല്ലോ? ഓക്കെ,
യെസ് 12 km/h. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ ഒരുപാട് സമയം പോകും. ഡീറ്റെയിൽ മെത്തേഡ് ഞാൻ പറയുന്നില്ല, ഏതൊരു മെത്തേഡ് പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, ശരിക്ക് ഡീറ്റെയിൽ മെത്തേഡ് പഠിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പീഡിലേക്ക് എത്തുക. ഞാൻ എന്തുകൊണ്ട് പറയുന്നില്ല വെച്ചാൽ സമയം ഒരുപാട് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് ദർ ഇസ് എ റെഗുലർ ഹെക്സഗൺ. ഇതൊക്കെ പഠിച്ചു വെച്ചോട്ടോ. റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ് 5 cm. ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്, അതിൻ്റെ സൈഡ് 5 cm ആണ്. ഫൈൻഡ് ദ ഏരിയ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഈ ഒരു ഷേപ്പ് അല്ലേ, ഷഡ്ഭുജം അല്ലേ, 6 വശങ്ങൾ ഉള്ളത് റെഗുലറാണ്. കൃത്യമായിട്ടുള്ള ഈ ഒരു എന്താ ദൂരവും ഈ ഒരു നീളവും ഒക്കെ തുല്യമാണ്. അതിൻ്റെ സൈഡാണ് എത്രയാണ്? 5 cm ആണ്. അതിൻ്റെ ഏരിയ, അപ്പോൾ റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ അറിയണം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് എ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 3√3/2a² ആണ്. ഓക്കെ, അപ്പോൾ എളുപ്പമായി. എ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൈഡ് എത്ര? 5. അപ്പോൾ 3 × √3 × 5ൻ്റെ സ്ക്വയർ അല്ലേ, 5 × 5 /2. ഇവിടെ നോക്കി, 5 × 5 25, 25 × 3 എന്ന് പറയുമ്പോൾ 75√3/2. ഇത് ചെയ്യാൻ നിൽക്കണ്ട, കാരണം എന്താ? ഇവിടെ 75√3/2 cm² ഇവിടെ ഉണ്ട്. അപ്പോൾ റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ മറക്കണ്ട, 3√3a² 75. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പോയി നോക്കാം. ദ ആവറേജ് മാർക്ക് ഒബ്റ്റൈൻ ബൈ എ സ്റ്റുഡൻറ്റ് ഇൻ 5 സബ്ജക്റ്റ്. 5 സബ്ജക്റ്റുകളുണ്ട്. 1 2 3 4 5 5 സബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 75 ആണ്. ഓക്കെ, 75 ആണ്. ആവറേജ് ഓഫ് ഹിസ് ഫസ്റ്റ് 2 സബ്ജക്റ്റ്. ഈ ആദ്യത്തെ 2 ആവറേജ്. ഓക്കെ, ആദ്യത്തെ 2 ആവറേജ് എത്രയാണ്? 65 ആണ്. ഇനി ആവറേജ് ഓഫ് ദ ലാസ്റ്റ് 2 സബ്ജക്റ്റ് ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 85 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഹീ സ്കോർഡ് ഇൻ ദ 3rd സബ്ജക്റ്റ്. ഈ 3ാം സബ്ജക്റ്റിന് അവൻ എത്ര മാർക്ക് കിട്ടി? ഇത് ചെയ്യുന്ന പല രീതി ചെയ്യും. ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം 5 സബ്ജക്റ്റ്, അതിന് ആവറേജ് 75. ഓക്കെ, ഇതാണ് ടോട്ടൽ കിട്ടേണ്ടത്. അതിൽ നിന്ന് ആദ്യത്തെ 2 കിട്ടും. ആദ്യത്തെ 2 എത്രയാണ്? 65 × 2. അവസാനത്തെ 2 എന്താണ്? 85 × 2. ഇത് രണ്ടും കണ്ടിട്ട് രണ്ടും കൂട്ടുക, അത് ടോട്ടൽ മാർക്കെന്ന് കുറച്ചാൽ ഇവിടെ പെടാത്ത ഈ 3ാമത്തെ കിട്ടും. ഞാൻ ചെയ്യുന്ന അങ്ങനെയൊന്നും അല്ല, നമ്മളിങ്ങനെയൊന്നും ചെയ്യില്ല. നമുക്കിതൊന്നും വേണ്ട, എന്നാൽ അത് വേണ്ട. ഇതൊന്നും ഇല്ലാത്തൊരു പരിപാടി പറഞ്ഞുതരാം. ഇവിടെ തന്നിരിക്കുന്ന അതിന് ആവറേജിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവണം. ഞാൻ എൻ്റെ പഴയ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ആവറേജ് എന്നൊക്കെ. ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ചെയ്യുന്നത് ആവറേജ് ഓഫ് 5 സബ്ജക്റ്റിൻ്റെ ആവറേജ് എത്ര? 75 എന്നല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ ഇതിന് 75 കൊടുത്തു, ഇതിന് 75 കൊടുത്തു, ഇത് 75 കൊടുത്തു, ഇതിനും 75 കൊടുത്തു, ഇതിനും 75 കൊടുത്തു. ഇങ്ങനെ കൊടുക്കാമല്ലോ. ഇങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല, പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ എൻ്റെ മൊത്തം കൂട്ടിയുള്ള മാർക്ക് മാറില്ലല്ലോ. ആവറേജ് എന്ന് പറഞ്ഞാലല്ലേ ഒരേപോലെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുകയാണ്. ഇനി പക്ഷേ ചോദ്യം തന്നെ ആവറേജ് ഓഫ് ഫസ്റ്റ് 2. ഇവിടെ 2 75 ഇല്ല. ഇതിന് എത്രയേ ഉള്ളൂ? ആദ്യത്തെ 2 65 എന്നേ ഉള്ളൂ. ഇവിടെ 65 ഉള്ളൂ, ഇവിടെ 65 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ എത്ര കുറവുണ്ട്? ഇവിടെ നിന്നൊരു 10 ഞാൻ എടുത്തു, ഇവിടെ നിന്ന് ഒരു 10 ഞാൻ എടുക്കണം അല്ലേ? കുറവാണ്. ഇവിടെ 2 10 എനിക്ക് കുറവാണ്. ലാസ്റ്റ് 2 കാര്യത്തിൽ എത്ര വന്നത്? ഇവിടെ 85 വന്നു, ഇവിടെ 85 വന്നു. ഇവിടെ എന്താ കൂടിയേ? ഇവിടെ എനിക്കൊരു 10 കൂടുകയും ചെയ്തു, ഇവിടെ 10 കൂടുകയും ചെയ്തു. ഒരേപോലെ കൂടിയത്. നമ്മുടെ ഭാഗ്യമാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ശരിക്കുള്ള മാർക്കിൻ്റെ കണക്കാണ് നമ്മളീ പറയണത് അല്ലേ? അപ്പോൾ ശരിക്കുള്ള മാർക്കിൻ്റെ കാര്യത്തിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്. മുമ്പുണ്ടായിരുന്ന 75 പകരം ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ മൊത്തം 20 കുറഞ്ഞു. പകരം ലാസ്റ്റ് 2 20 കൂടുകയും ചെയ്യും അല്ലേ? അപ്പോൾ എഫക്റ്റീവിലൂടെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടാവുമോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ കുറഞ്ഞത്, ആദ്യത്തെ കുറഞ്ഞത് ഇവിടെ കൂടി. അപ്പം മാറ്റമൊന്നുമില്ല. അപ്പം ഇവിടെ നമ്മൾ മാറ്റമൊന്നും വരുത്തണ്ട. അപ്പോൾ നടുവിൽ ബാക്കി എന്താ ഉള്ളത്? 75. അപ്പോൾ ആ 3ാമത്തെ സബ്ജക്റ്റിന് എത്ര മാർക്കായിരിക്കും? 75 മാർക്ക്. ക്ലിയർ ആയോ? ഇതിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 75 ആവറേജ് ആയിട്ട് അങ്ങനെ എടുത്ത്. ഇങ്ങനെ എന്ത് ചോദ്യം വന്നാലും എന്ത് ചെയ്യുക? ആ ആവറേജ് മാർക്ക് ആ നമ്പേഴ്സിനാണ് കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് വന്ന മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇത് ഉത്തരം 75 കേട്ടോ. ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ ഒരു കൺസെപ്റ്റ്. ഇത് ഇത്രയേ ഉള്ളൂ. ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 5 സബ്ജക്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ 5 75 എന്ന് തന്നെ കൊടുത്തു.
ക്ലിയർ ആയോ? ഇവിടെ 75, ഇവിടെ 75, ഇവിടെ 75. ഓക്കെ, ആദ്യത്തെ രണ്ടെണ്ണത്തിന് ശരിക്കും 65 ഉള്ളൂ. അവസാനത്തെ രണ്ടെണ്ണത്തിന് ഇപ്പോൾ ഉദാഹരണം പറയാണ്, ഇവിടെ 65 ഇപ്പോൾ കുറച്ച് ഇപ്പോൾ 85 പകരം ഇവിടെ 90 ആണ് വന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ എത്ര കൂടി? 75 എന്നുള്ളത് ഇവിടെ 15 കൂടി അല്ലേ? ഇവിടെ ഒരു 15 കൂടി. അപ്പോൾ 15 ഇവിടെ എത്ര? 30 കൂടി. ഇവിടെ എനിക്ക് എത്ര കൂടിയാൽ മതി? ഇവിടെ എനിക്ക് 20 കൂടിയാൽ മതി. അപ്പോൾ ഈ 30 എന്ത് ചെയ്യും? ആ 20 ഞാൻ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അവിടെ ഈക്വൽ ആയില്ലേ? കറക്റ്റായി. ഇവിടെ ബാക്കി എത്രയുണ്ട്? ആ 10 ഉണ്ട്. ആ 10 ഞാൻ 75 കൂടെ കൂട്ടും. അപ്പോൾ മൊത്തം 75 10 85 ആയിരിക്കും. ഇങ്ങനത്തെ കേസുകൾ അങ്ങനെ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ഈക്വൽ ആക്കാനുള്ള സംഭവം അങ്ങനെയാണ്. അങ്ങനത്തെ സപ്പോസ് അങ്ങനെ ആയിരുന്നെങ്കിൽ നടുവിൽ എൻ്റെ മൂന്നാമത്തെ ഉത്തരം എത്രയാവുമായിരുന്നു? 85 ആയിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ കുറഞ്ഞത് ഇവിടെ കൂടി, അപ്പോൾ കറക്റ്റായി. സോ നടുവിലത്തെ ആൻസർ 75. അപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ നമ്മൾ എടുത്ത അത്രയും ചോദ്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ നമ്മൾ തുടർന്ന് ക്ലാസ്സുകളൊക്കെ ഇടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നോട്ടുകൾ ഉണ്ടാക്കുക, അതിന് കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത് തരുന്ന കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ ഇന്ന് എന്ത് പഠിച്ചു? സമഷഡ്ഭുജത്തിൻ്റെ ഏരിയ പഠിച്ചില്ലേ അല്ലേ? ഹെക്സഗണിൻ്റെ. സോ അതിൻ്റെ ഏരിയ പഠിച്ചു. എന്താണ്? 3√3a² 2. 3√3a²/2. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അപ്പം തന്നെ എഴുതി വെച്ചോ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ വരാം. ജോയിൻ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.